ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്ക് ആക്ച്വലി ഒരു ഓഫ് ഡേ ആണ്. എനിക്ക് ജോലിയില്ല, മീൻസ് ജോലിക്ക് പോകണ്ട. എൻ്റെ അമ്മയ്ക്കൊന്ന് അവധിയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാണ്. എന്തായാലും അതിന് മുന്നേ ലുലുവിലൊക്കെ പോകണം. ഗ്രോസറീസ് മേടിക്കാറുണ്ട്. കുറച്ച് ഉച്ചയായി കേട്ടോ. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഗുഡ് ആഫ്റ്റർനൂൺ ആയി. നന്നായിട്ട് ഉറങ്ങി. അപ്പം ലുലുവിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇനിയിപ്പം എവിടെയെങ്കിലും ഒക്കെ പോവാന്ന് വിചാരിക്കുന്നു. തീരുമാനിച്ചില്ല, നോക്കാം. ഓക്കെ, അപ്പം കാണാം ഗൈസ്. ബൈ ബൈ. അപ്പം നമുക്ക് ലുലു പോയിട്ട് വരാം. അമ്മ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, ഞാൻ റെഡി ആയി കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ലുലുവിൽ വെച്ച് കാണാം. അതിന് പേടിക്കാൻ പോകുന്ന ട്രോളിയൊക്കെ ആയിട്ട്. ഈ സെറ്റപ്പ് ഇവിടെ വന്നിട്ടാണ് ഞാൻ അറിയണത്. അമ്മ ഇൻട്രോവേർട്ടാണ് ഗൈസ്, ഒന്നും തോന്നരുത്. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? പ്ലാൻ ചെറുതായിട്ടൊരു ചേഞ്ച് ഉണ്ട്. ഫോൺ സിമ്മിന്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട്, അതായത് ഇപ്പൊ ഇരിക്കുന്ന എന്റെ ഫോണിൽ 2 സിം ഉള്ള ഇതില്ല. അതുകൊണ്ട് ആദ്യം മൊബൈൽ ഷോപ്പിൽ പോയി അതൊന്ന് ശരിയാക്കണം. അതിനുശേഷം നമ്മൾ ലുലുവിൽ പോകുന്നതായിരിക്കും. ഈ കടയിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇത് സിം എല്ലാം സെറ്റാക്കി ഇനി നമ്മൾ ശരിക്കും ലുലുവിൽ പോകുന്നു. അമ്മ ഒരു ഹായ് പറ. അമ്മ അമ്മ ചിരിക്കുന്നില്ല ഗൈസ്. പിന്നെ അമ്മ എന്നോട് പ്രത്യേകം പറയും ഗൈസ് ഗൈസ് എന്ന് പറയില്ലേ, ഇഷ്ടപ്പെടത്തില്ല. കൂട്ടുകാരെ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇനി തൊട്ട് ഞാൻ ഹലോ കൂട്ടുകാരെ എന്നെല്ലാവരുടെ അടുത്തും പറയാം. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് 2 വീക്സ് ആയി. ഇവിടുത്തെ പൈസ നമ്മുടെ പൈസയിലോട്ട് കൺവേർട്ട് ചെയ്ത് സാധനങ്ങൾ മേടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു കറിവേപ്പില പോലും മേടിക്കാൻ തോന്നത്തില്ല. ഇവിടെയൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷെ എല്ലാം ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് അടക്കി ഒതുക്കിയൊക്കെയാണ് വെച്ചേക്കുന്നത്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, സർവൈവ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ മേടിച്ചാലും കിട്ടും. എന്ത് ഭംഗിയായിട്ട് അടുക്കി വെച്ചേക്കുന്നെല്ലാം കാണുമ്പോൾ എല്ലാം എടുക്കാൻ തോന്നും. പക്ഷെ ടു കോസ്റ്റ്ലി ഗൈസ്. നമ്മളങ്ങനെ ലുലുന്നൊക്കെ ഇറങ്ങി. ഞാൻ ലുലുവിൻ്റെ അകത്ത് ഫോട്ടോ മീൻസ് വീഡിയോ ഒക്കെ എടുക്കാന്നുള്ള രീതിയിലാണ് പോയത്. 2-3 വീഡിയോ എടുത്തപ്പോഴത്തേനും മുകളിലൊരു സിമ്പിൾ, ക്യാമറയുടെ സിമ്പിൾ കാണിച്ചിട്ട് ക്രോസ് ഇട്ടേക്കുന്നു. ഇനി വല്ല ഫൈനും വരുമോ ദൈവമേ, എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അതിനുശേഷം വീഡിയോ എടുക്കാം എന്നുള്ള അത് ഞാനങ്ങ് മാറ്റി വെച്ചു. പക്ഷെ അകത്ത് നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ, സംഭവമൊക്കെ കൊള്ളാം. നമ്മൾ ഇവിടെ നിന്ന് പോയപ്പോൾ സൂര്യനൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ സൂര്യനൊന്നും ഇല്ല. എന്തായാലും ഞങ്ങളുടെ സ്റ്റേ എത്താറായി. ഇനിയിപ്പം വൈകിട്ട് പോകുന്നില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അടുത്ത ഓഫിൻ്റെ അന്ന് പോകാം എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. നമ്മളെല്ലാം ടയേർഡായി ഗൈസ്. അപ്പൊ എന്തായാലും ഇനിയിപ്പം ഞങ്ങൾ പോണില്ല. അടുത്ത ലീവിന് പോകാമെന്ന് ഞാനും മമ്മിയും തീരുമാനിച്ചു. സാധനങ്ങളൊക്കെ എടുത്ത് പതുക്കെ പോവാം. അയ്യോ, ഞാൻ ഇവിടെ റൂമിലെത്തി. നേരത്തെ പറഞ്ഞ പോലെ ഇനി വേറെ സ്ഥലത്ത് പോകണില്ല. കാരണം എനിക്ക് രാവിലെയാണ്, അമ്മയ്ക്ക് രാവിലെ കൊണ്ടുവന്നാലും ഞങ്ങൾക്ക് നാളെ ഡ്യൂട്ടിയെ കൊണ്ട് എനിക്ക് രാവിലെയാണ്. പിന്നെ പോയിട്ട് വന്ന് ഒത്തിരി ലേറ്റ് ആവും. അങ്ങോട്ട് ഒരു സൈഡ് പോകാൻ തന്നെ ഓൾമോസ്റ്റ് 1 hour ഒക്കെ ആവും നമ്മൾ നോക്കിയ സ്ഥലത്ത്. അതുകൊണ്ട് ഇനിയിപ്പം നല്ല ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോണില്ല. പിന്നെ ഞാൻ ആക്ച്വലി ഇവിടെ നാസായിട്ട് വർക്ക് ചെയ്യുവാണ്. നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്സ് വീഡിയോസ് ഇഷ്ടമാണ് എന്നുള്ളത് കമന്റ് ചെയ്യണം. ഇപ്പം ആക്ച്വലി സത്യം പറഞ്ഞ ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാതെയാണ് വീഡിയോ എടുക്കുന്നത്. സോ ഇങ്ങനത്തെ വീഡിയോ എടുക്കണം എന്ന ഒരു ഐഡിയ ഒന്നും ഇല്ല. ഡെയിലി ലൈഫ് അങ്ങനത്തെ സാധനം എടുക്കാനാണ് ഇപ്പം മൈൻഡിൽ വിചാരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 2 ആഴ്ച കഴിഞ്ഞു. ജോലിക്ക് കയറിയിട്ട് അറൗണ്ട് 2 ആഴ്ച ആവാൻ പോകുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ കരാമ്പയിലാണ്, ദുബായിലാണ്. പിന്നെ എന്താ ബാക്കി വിശേഷങ്ങൾ ഇനി വഴി അറിയാം. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.